ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൈദരാബാദ് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. അപ്പോൾ തത്വമസ് ട്രാവൽസിലൂടെയാണ് ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോയത്. തത്വമസ് തന്നെ ഹാപ്പി ബസ്സിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഹാപ്പി ആയിരുന്നു, സന്തോഷമായി ട്രാവലിങ്. അപ്പോൾ അവിടെ തന്നെ ഹൈദരാബാദിൽ തന്നെ തത്വമസിയാർ ഞങ്ങൾക്ക് സായി പ്രകാശുമായി ഹോട്ടൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഹോട്ടലാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ അന്ന് തന്നെ ഞങ്ങൾ 7-ാം തീയതിയാണ് അവിടെ എത്തിയത്. അപ്പോൾ അന്ന് ഗോൾക്കൊണ്ട ഫോർട്ട് കാണാൻ പോയി. ഈ കാണുന്ന സെക്രട്ടേറിയറ്റാണ് ഹൈദരാബാദ് സെക്രട്ടേറിയറ്റ്. പിന്നെ ഈ കാണുന്നത് അംബേദ്കറിൻ്റെ വലിയൊരു സ്റ്റാച്യു ആണത്. പിന്നെ ഈ കാണുന്നത് ലുംബിനി പാർക്കാണ്. അപ്പോൾ ലുംബിനി പാർക്ക്, ഹുസൈൻ സാഗർ ലേക്ക്, ലുംബിനി പാർക്കിൽ ഞങ്ങൾക്ക് ലേസർ ഷോ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ കാണാൻ പോയത് ഞങ്ങൾ 8-ാം തീയതി കാണാൻ പോയത് ചാർമിനാറിൻ്റെ അവിടെയാണ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ കാണുന്ന മസ്ജിദാണ്, ചാർമിനാർ തൊട്ടടുത്താണ് മസ്ജിദ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കാണാൻ പോയത് സലാർ ജംഗ് മ്യൂസിയമാണ്. അപ്പോൾ അവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ കാണാൻ പോയത് സ്നോ വേൾഡാണ്. അപ്പോൾ സ്നോ വേൾഡ് ഫുള്ളും മഞ്ഞാണ്. മഞ്ഞുമഴയിൽ കുളിക്കുന്നത് പോലെ ഒരു അവസ്ഥയാണ്. ഭയങ്കര സൂപ്പർ നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നത്. പിന്നെ ഈ കാണുന്ന ബിർള മന്ദിറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ തത്വമസി ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്ക് ഫുഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഹോട്ടലിൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് തരുകയായിരുന്നു. പിന്നെ ഞങ്ങൾ 9-ാം തീയതി കാണാൻ പോയതാണ്, അതായത് 3-ാമത്തെ ദിവസം കാണാൻ പോയതാണ് റാമോജി ഫിലിം സിറ്റി. അപ്പോൾ ഈ കാണുന്നത് റാമോജി ഫിലിം സിറ്റിയുടെ ഫൗണ്ടറാണ് രാമോജി റാവു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഈ റാമോജി ഫിലിം സിറ്റി ഞങ്ങൾക്കൊരു ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലങ്ങളും കാണാനായിട്ട്. അപ്പോൾ ആ റാമോജി ഫിലിം സിറ്റിയുടെ സ്റ്റാഫ് അതിലേക്ക് കയറി ഞങ്ങൾക്ക് ഓരോ ഇൻഫർമേഷൻ തരും ഫിലിം സിറ്റികളെ കുറിച്ച്. കുറേ ഫിലിം സിറ്റികളുണ്ടായിരുന്നു. ഉദയതാരം, ബാഹുബലി, ജയിലർ, വെട്ടം ഫിലിമിൻ്റെ സെറ്റ്, അങ്ങനെ കുറേ സെറ്റുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ബാഹുബലി സെറ്റുകൾ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ എബ്രോഡാണ് തോന്നിക്കുന്ന പോലത്തെ സെറ്റുകളും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ്. പിന്നെ ഈ ജയിലറിൻ്റെ സെറ്റുകൾ, ജയിലിൻ്റെ സെറ്റുകൾ, ട്രെയിനിൻ്റെ സെറ്റുകൾ, എയർപോർട്ടിൻ്റെ സെറ്റൊക്കെ വരെ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു എബ്രോഡാണ് തോന്നിക്കുന്ന പോലത്തെ സെറ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്നതാണ് അതൊക്കെ കണ്ട. അതുപോലെ സെറ്റുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ ഹൈദരാബാദ് റാമോജിയിൽ തന്നെ ഞങ്ങൾക്ക് സംഘം മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് കേരള ഫുഡ്, തനി ഞങ്ങൾക്ക് അവിടെ വെജ് ഫുഡ് ഞങ്ങൾക്ക് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ ഹൈജീനിക്കുമാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, പരിപ്പ് കറി, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വേലൂർ നെക്സ്റ്റ് ഡേ 10-ാം തീയതി വേലൂർ ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾക്കൊരു ഹോട്ടൽ അവർ അറേഞ്ച് ചെയ്തു. അപ്പോൾ തത്വമസി ഗ്രൂപ്പുകാർ തന്നെ പ്രിപ്പയർ ചെയ്താണ് ഫുഡ് കാണുന്നത്. പിന്നെ 4 പേർ ബർത്ത്ഡേ ആഘോഷിച്ചു. തത്വമസി ഗ്രൂപ്പിലെ 2 സ്റ്റാഫിൻ്റെയും പിന്നെ ഞങ്ങളുടെ ട്രാവലിലെ മഞ്ജു ചേച്ചി വേറെ കുട്ടിയുടെയും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ.